ഇന്ന് നവംബർ 19 അപ്പസ്തോലിക് കാർമൽ സഭ ഭാരത മണ്ണിൽ വേരൂന്നിയതിൻ്റെ 154-ാം വർഷം. ചരിത്രത്തിൽ അപ്പസ്തോലിക് കാർമൽ സഭ രൂപം കൊണ്ടതിൻ്റെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി ഇന്ത്യയുടെ പശ്ചിമ തീരത്തിന് ചരിത്രപരമായി ഉണ്ടായിരുന്ന പ്രാധാന്യത്തോട് ബന്ധപ്പെടുത്തി വേണം അതിനെ വീക്ഷിക്കുവാൻ. അന്ന് മലബാർ തീരപ്രദേശങ്ങളിലെ മിഷനറി പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കർമ്മലീത്ത സഭക്കാരെ ഏൽപ്പിച്ചിരുന്നു. അത് മംഗലാപുരം, കോഴിക്കോട് ഉൾപ്പെടെ കൊല്ലം, വരാപ്പുഴ എന്ന 3 ഫൊറോനകൾ കൂടിയതായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്വകാര്യ പ്രവർത്തനങ്ങൾക്ക് നൽകിയ പ്രോത്സാഹനവും മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രോട്ടസ്റ്റന്റുകാർ പ്രഗത്ഭരായ അധ്യാപകരെ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. കർമ്മലീത്ത സഭയ്ക്കാകട്ടെ സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കത്തോലിക്ക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവത്തിൽ ഉണ്ടായ ഈ ശൂന്യതാബോധവും കത്തോലിക്കരായ യുവജനങ്ങൾ ക്രമേണ കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ചതുമാണ് അപ്പസ്തോലിക് കാർമൽ സഭയുടെ സ്ഥാപനത്തിന് പ്രേരണ നൽകിയ മറ്റ് പ്രധാന കാരണങ്ങൾ. ചരിത്രത്തിൻ്റെ ആ ഏടുകളിൽ കൂടി നമുക്കൊന്നുകൂടി കണ്ണോടിക്കാം. 1823 ഒക്ടോബർ 1-ാം തീയതി ഹെൻറി ഡാനിയൽ ലീഡ്സിന്റെയും മെറീന ഹോൾട്ടിന്റെയും 5 മക്കളിൽ രണ്ടാമത്തവളായി ഫ്രാൻസിലെ കോൺസ്റ്റന്റിനോപ്പിളിൽ ജനിച്ചു. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയായിരുന്ന അവൾക്ക് എല്ലാം ഉണ്ടായിരുന്നിട്ടും യഥാർത്ഥ സന്തോഷം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. 1840 ഉയർപ്പ് തിരുനാളിന് ശേഷമുള്ള ചൊവ്വാഴ്ച ഉണ്ടായ പ്രത്യേക അനുഭവം. സമാധാനം നിനക്ക് ഞാൻ നൽകുന്നു, എൻ്റെ സമാധാനം നിനക്ക് ഞാൻ തരുന്നു. എന്നാൽ ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ നിനക്ക് തരുന്നത്. ഈ വാക്കുകൾ അവളിൽ വിശ്വാസത്തിന്റെ വിത്തുകൾ. അങ്ങനെ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി എന്ന ആംഗ്ലിക്കൻ സന്യാസിനികളുടെ ആശ്രമത്തിൽ ചേരണമെന്ന് സോഫി തീരുമാനിക്കുകയും ചെയ്തു. തത്ഫലമായി നാവികോദ്യോഗസ്ഥനുമായി നിശ്ചയിച്ചുറപ്പിച്ച വിവാഹബന്ധം അവൾ ഉപേക്ഷിച്ചു. ലണ്ടനിൽ താമസിക്കുന്ന കാലത്ത് ഫുസൈസ്റ്റ് സംഘവുമായി അവൾ പരിചയപ്പെട്ടു. അവരുടെ സ്വാധീനവും പാപസങ്കീർത്തനം, ദിവ്യകാരുണ്യം എന്നീ കൂദാശകളോടുള്ള തീവ്രമായ അഭിലാഷവും തൻ്റെ സഹോദരിയായ മേരിയാനോടൊപ്പം കത്തോലിക്ക സഭയിലേക്ക് ആനയിച്ചു. 1850 ഫെബ്രുവരി 2-ാം തീയതി സോഫിയും സഹോദരി മേരിയാനും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ നിന്നും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച അവർക്ക് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒത്തിരിയേറെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. കാലം സെന്റ് ജോസഫ് ഓഫ് ആർഗനേഷൻ സിസ്റ്റേഴ്സിന്റെ മടവക ബോർഡിങ്ങിലാണ് സോഫിയും മേരിയാനും താമസിച്ചത്. 1851 സെപ്റ്റംബർ 14-ാം തീയതി സോഫി സെന്റ് ജോസഫ് സന്യാസി സഭയിൽ ചേർന്ന് സഭാവസ്ത്രം സ്വീകരിക്കുകയും പീഡാനുഭവത്തിന്റെ വെറോനിക്ക എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. 1861 അവസാനം വരെ 10 വർഷക്കാലം സിസ്റ്റർ വെറോനിക്ക യൂറോപ്പിൽ അവരുടെ വിവിധ സന്യാസ ഭവനങ്ങളിൽ ജോലി ചെയ്തു. പിന്നീട് ബിഷപ്പ് മൈക്കിൾ ആന്റണിയുടെ ക്ഷണമനുസരിച്ച് കോഴിക്കോട് ഒരു പുതിയ ഭവനം തുടങ്ങുന്നതിനു വേണ്ടി ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ സിസ്റ്റർ നിയോഗിക്കപ്പെട്ടു. അങ്ങനെ 1862 മാർച്ച് മാസത്തിൽ കോഴിക്കോട് സെന്റ് ജോസഫ്സ് കോൺവെന്റ് സ്ഥാപിതമായി. അതേ വർഷം ഒക്ടോബർ മാസം ഫാദർ മാറി എഫ്രേം കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ഇടവക വികാരിയായും സന്യാസിനികളുടെ കുമ്പസാരക്കാരനായും നിയോഗിക്കപ്പെട്ടു. കാലത്ത് സിസ്റ്റർ വെറോനിക്കയിൽ സവിശേഷമായ ഒരു പരിവർത്തനം വന്നു ചേർന്നു. കർമ്മല സഭയുടെ ആന്തരിക ചൈതന്യത്താൽ അവൾ പരിപൂരിതയായി. കോഴിക്കോട് താമസിക്കുന്ന കാലത്ത് എനിക്ക് നിന്നെ കർമ്മലീത്ത സഭയിൽ ആവശ്യമുണ്ടെന്ന് ഒരു ശബ്ദം കൂടെ കൂടെ അവർ കേട്ടുകൊണ്ടിരുന്നു. കർമ്മല സഭയിലേക്കുള്ള ദൈവവിളി ഈ സമയം അവളിൽ ശക്തമായി കൊണ്ടിരുന്നു. 1864 റംഗൂണിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയതും പിന്നീട് റോമിലേക്കും മാർസൈൽസിലെ മാതൃഭവനത്തിൽ നോവിസ് മിസ്ട്രസ്സായി നിയമിക്കപ്പെട്ടതും
വലിയ പ്രതിബന്ധമായി തീർന്നു. എങ്കിലും പ്രാർത്ഥനയിലൂടെ ദൈവഹിതം എന്തെന്ന് ആരായുകയും മേലധികാരികളുടെ അനുവാദം കിട്ടിയപ്പോൾ താൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും 17 വർഷക്കാലം ആനന്ദപ്രദമായ ജീവിതം നയിക്കുകയും ചെയ്ത സന്യാസ സഭയോട് വിടവാങ്ങി. അങ്ങനെ 1867 ജൂൺ 14 സിസ്റ്റർ വെറോനിക്ക കർമ്മല സഭയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്നതിനു വേണ്ടി പോയിലുള്ള ആവൃത കർമ്മലിത സഭയിൽ പ്രവേശിച്ചു. സെന്റ് ജോസഫ് ഓഫ് ആപ്ലിക്കേഷൻ സഭയിൽ സ്വീകരിക്കാതിരുന്ന നോവിസായിരുന്ന മേരി ഓഫ് ജീസസ് എന്ന നോവിസിനെയും അന്ന് അവർ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോയി. പോയിലെ കർമ്മലിത മഠത്തിൽ കുറച്ചു നാളത്തെ നവസന്യാസ പരിശീലനത്തിന് ശേഷം 1867 ഡിസംബർ മാസത്തിൽ മദർ വെറോനിക്ക അപ്പസ്റ്റോലിക് കാർമൽ സന്യാസ സഭയുടെ സ്ഥാപനത്തിനായി ഒരു സ്ഥലം അന്വേഷിച്ചു നടന്നു. 1867 ഡിസംബർ മുതൽ 1868 ജൂൺ മാസം വരെയുള്ള 6 മാസക്കാലങ്ങൾ മദർ വെറോണിക്കയുടെ ജീവിതം കണ്ണുനീരിൽ കുതിർന്നതായിരുന്നു. സന്യാസ വസ്ത്രത്തിനു മീതെ മറ്റൊരു പുറങ്കുപ്പായയും അണിഞ്ഞ് ഏകാഗിയായി സഭാസ്ഥാപനത്തിനായി മദർ നടത്തിയ യാത്രകൾ മഠത്തിൽ നിന്ന് ഓടിപ്പോയ സന്യാസിനിയെന്ന് മദർ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയാക്കി. മദർ വെറോനിക്ക സഭാസ്ഥാപനത്തിനായി ഫ്രാൻസിന്റെ പല പ്രദേശങ്ങളിലും ധൈര്യപൂർവ്വം ചുറ്റി സഞ്ചരിച്ചു. അതിന് പണവും മേൽക്കൂരയും മാത്രമായിരുന്നില്ല പ്രശ്നങ്ങൾ. സ്ഥലത്തെ മെത്രാന്റെ അനുമതിയും ആവശ്യമായിരുന്നു. കർമ്മലിത്ത സഭ മേലധ്യക്ഷനായ ജനറാളിന്റെ ഒരു കത്ത് കൈവശമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അതിൽ മുദ്രവെക്കാൻ മറന്നുപോയതിനാൽ പലരും അവരെ വെറുമൊരു തട്ടിപ്പുകാരിയായി കണക്കാക്കി. പല കർമ്മല മഠങ്ങളിലേക്കും സഹായം തേടിപ്പോയെങ്കിലും യാതൊന്നും ലഭിക്കാതെ പുതിയ സംരംഭം ഉപേക്ഷിക്കുവാൻ നിശ്ചയിച്ച് മദർ വെറോനിക്ക പോയിലെ കർമ്മല മഠത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. പോയിലെ ആശ്രമശ്രേഷ്ഠയും പുണ്യചരിതയുമായ മദർ എലായസിലൂടെ ദൈവം പറയുന്നതായി തോന്നി. മദർ അവസാനമായി കടന്നു ചെന്നത് 1858 കർമ്മല സഭക്കാർ സ്ഥാപിച്ചത് 1862 ഒരു പുതിയ ഭവനം പണിതപ്പോൾ അവർ ഉപേക്ഷിച്ചു പോയതുമായ ആ പഴയ കെട്ടിടത്തിലേക്കായിരുന്നു. ബയോണിലെ മെത്രാനായിരുന്ന മോൺസിഞ്ഞോർ ലാക്രോവയുടെ അനുവാദത്തോടുകൂടി മദർ വെറോനിക്ക ആ ഭവനത്തിന്റെ അധികാരം ഏറ്റെടുക്കുകയും 1868 ജൂലൈ 16 ഫ്രാൻസിലെ ബയോണിൽ മിഷനു വേണ്ടിയുള്ള കർമ്മലിത്ത സഭ അപ്പസ്തോലിക് കാർമൽ സഭ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പസ്തോലിക് കാർമൽ സഭയുടെ വെള്ളത്തൊട്ടിലായി അത് മാറി. അർത്തിനികൾക്കും നവസന്യാസിനികൾക്കും പരിശീലനം നൽകുന്നതിനിടെ മദർ വെറോണിക്ക കർമ്മലീത്ത സഭ ജനറലായ ഫാദർ ഡൊമിനിക്കിന്റെ സഹായത്തോടുകൂടി കർമ്മലീത്ത 3-ാം സഭയുടെ നിയമാവലിക്ക് രൂപം നൽകി. 1869 ഒക്ടോബർ 22 മോൺസിഞ്ഞൂർ മാരി എഫ്രേം അപ്പസ്തോലിക് കാർമൽ സഭ സന്ദർശിക്കുകയും ആദ്യത്തെ നോവിസായ സിസ്റ്റർ ആഗ്നസ് ഓഫ് ജീസസിന്റെ പ്രഥമ വ്രതവാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഈ സ്ഥാപനത്തിന്റെ ആദ്യ ഭവനം കൊല്ലത്ത് സ്ഥാപിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. മംഗലാപുരത്ത് 2 ഭവനങ്ങൾ തുടങ്ങുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ബിഷപ്പ് മാരി എഫ്രേം വേഗത്തിൽ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് 1870 ഓഗസ്റ്റ് മാസത്തിൽ അപ്പസ്തോലിക് കാർമൽ സഭയിലെ 3 സന്യാസിനികളാണ് സിസ്റ്റർ മേരി ദ കഞ്ചസ്, സിസ്റ്റർ എലായസ്, സിസ്റ്റർ മേരി ഓഫ് സെന്റ് ജോസഫ് എന്നിവർ പോയിലെ ആവൃത കർമ്മലീത്ത സഭയിലെ 6 സന്യാസികളോടും ലസാറെ ഗ്രേഷ്യൻ OCD എന്നീ വൈദികരോടുമൊപ്പം മാർസേൽസിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ചെങ്കടലിലൂടെ യാത്ര ചെയ്യുന്നതിന് പറ്റിയ സമയമായിരുന്നില്ല അപ്പോൾ. യാത്രക്കാരിൽ പലർക്കും രോഗങ്ങൾ പിടിപെട്ടു. ആവൃത കർമ്മലീത്ത സന്യാസിനിമാരിൽ 2 പേർ ചൂട് സഹിക്കാനാവാതെ മരണപ്പെട്ടു. ഏദനിൽ അവരെ സംസ്കരിച്ചു. മൂന്നാമതൊരാൾ 1870 നവംബർ 6 ഇന്ത്യയുടെ തീരത്തെത്തിയപ്പോൾ കോഴിക്കോട് വെച്ച് നിര്യാതയായി. തന്റെ മകൾ പ്രേക്ഷിത പ്രവർത്തനത്തിനായി പോയിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ സിസ്റ്റർ മാരിദാസ് ആഞ്ചസിന്റെ മാതാവ് വേദന സഹിക്കാൻ വയ്യാതെ ഹൃദയം പൊട്ടി മരിച്ച വാർത്ത ഏഡനിൽ അവർക്ക് ലഭിച്ചു. ഇങ്ങനെ കുരിശുകളുടെ മുദ്രയാൽ അങ്കിതമായ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന് ദൈവത്തിന്റെ അംഗീകാരം ലഭിച്ചു.
മരണത്തിനെ അതിജീവിച്ച 3 ആവൃത കർമ്മലീത്ത സന്യാസിനികളും 3 അപ്പസ്തോലിക് കാർമൽ സന്യാസിനികളും 1870 നവംബർ 19-ാം തീയതി മംഗലാപുരത്ത് എത്തിച്ചേർന്നു. 1870 നവംബർ 19 ഇന്ത്യൻ മണ്ണിൽ എപ്പസ്റ്റോലിക് കാർമൽ സഭ ജന്മം കൊണ്ട പുണ്യദിനം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർണാടക, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ശ്രീലങ്ക എന്നിങ്ങനെ 6 പ്രൊവിൻസുകളും ഒരു ഈസ്റ്റ് ആഫ്രിക്കൻ റീജിയനും. ഇവയിലായി ആകെ 206 കോൺവെന്റുകളും 1459 സന്യസ്തരുമായി എപ്പസ്റ്റോലിക് കാർമൽ ഇന്ന് മിഷൻ പ്രവർത്തനം തുടരുന്നു. ഭാരത മണ്ണിൽ വേരുപാകിയ എപ്പസ്റ്റോലിക് കാർമൽ ധാരാളം ഫലം പുറപ്പെടുവിക്കത്തക്കവണ്ണം ഇനിയും വളർന്നു പന്തലിക്കട്ടെ എന്ന്